ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. അവിടെ നിന്ന് ആഗ്ര താജ്മഹൽ കാണണം. അതിനാണ് ഇന്നത്തെ യാത്ര. വിമാനം ഏകദേശം ഓൺ ടൈം തന്നെയാണ്. അങ്ങനെ ഒരു 3 മണിക്കൂറോളം യാത്രയുണ്ട് ഡൽഹിയിലേക്ക്. രാവിലെ തന്നെ ഡൽഹിയിലെത്തി. പണിക്കർ ട്രാവൽസിൻ്റെ ഒരു ടൂർ പാക്കേജാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക്, അവിടെ താജ്മഹലും പിന്നെ അതിനോടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ്. പണിക്കർ ട്രാവൽസിൻ്റെ ഒരു 1 ഡേ ടൂർ പാക്കേജാണിത്. രാവിലെ ഒരു 6 മണിക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് രാത്രി 11 മണിക്ക് എത്തിച്ചേരുന്ന രീതിയിലുള്ളൊരു പാക്കേജാണിത്. താജ്മഹൽ, റെഡ് ഫോർട്ട്, പിന്നെ കൃഷ്ണ ജന്മഭൂമിയായ മധുര, ഇതൊക്കെ കണ്ട് തിരിച്ചെത്തുന്ന ഒരു 1 ഡേ പാക്കേജ്. ഇതിന് 600 രൂപയാണ് ഫീസ്. ഏകദേശം 4.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം യമുന നദീ തീരത്തുള്ള ആഗ്ര നഗരത്തിലെത്തിയിരിക്കുകയാണ്. താജ്മഹലിലേക്കാണ് ആദ്യം പോകുന്നത്. നമുക്ക് ഒരു ഗൈഡ് ഇവിടെ ഉണ്ടാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ബസ്സിലേക്ക് കയറുന്നുണ്ട്. ഗൈഡ് താജ്മഹലിനെ കുറിച്ച് വിവരിക്കുകയാണ്. Shahjahan and Mumtaz, approximately both were born in same year, in 1592. But Shahjahan already other 2 wives, Fatehpuri and Sharhanti Begum. Mumtaz, third and favorite Queen Mughal. Shahjahan was very lucky person. At the same time, he had the 3 wives. Nowadays one is താജ്മഹലിന് അടുത്തുള്ള ഒരു പാർക്കിംഗ് യാർഡിൽ ബസ് പാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ താജ്മഹലിൻ്റെ എൻട്രിയിലേക്ക് ഒരു പോളോ കാർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് താജ്മഹലിൻ്റെ എൻട്രി. ഇവിടെ ഒരു ചെറിയ സെക്യൂരിറ്റി ചെക്കും സ്കാനിങ്ങും എല്ലാം ഉണ്ട്. അതിനുശേഷം അകത്ത് കയറി താജ്മഹലിൻ്റെ മെയിൻ എൻട്രിയിലേക്ക് നടക്കുന്ന ഒരു സ്ഥലമാണിത്. ആ കാണുന്നതാണ് താജ്മഹലിലേക്കുള്ള പ്രധാന കവാടം. താജ്മഹലിൻ്റെ ഈ മെയിൻ ഗേറ്റിന് എത്തുന്നതിന് കുറച്ച് മുമ്പ് നമ്മളുടെ ഗൈഡ് നമ്മളോട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 40 പേരുള്ളൊരു ഗ്രൂപ്പാണ്. ഒരു ബസ്സിൽ കയറാൻ പാകത്തിനുള്ള ആളുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഗേറ്റിൻ്റെ ചരിത്രവും എല്ലാം നമുക്ക് വിവരിച്ചു തരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. Little bit enlarged in the sizes. That's why you are seeing bottom to top, all these letters looking the same uniform, not bigger, not small. Easy to read from distance. 11 domes of marble, top of the gate this side, 11 another side. അങ്ങനെ ഗേറ്റിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ലോക മഹാത്ഭുതങ്ങളിലൊന്നായ വെള്ളക്കൊട്ടാരം പോലെ തോന്നിക്കുന്ന മാർബിളിൽ പണിത താജ്മഹൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. താജ്മഹലിൻ്റെ ചരിത്രം ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ആ താജ്മഹൽ കുറച്ച് അടുത്ത് നിന്ന് കാണാൻ തീരുമാനിച്ചു. അങ്ങോട്ട് നടന്നു. ഇപ്പോൾ നമ്മൾ താജ്മഹലിനോട് അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയും ചെറിയൊരു സെക്യൂരിറ്റി ചെക്കുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സെക്യൂരിറ്റി ചെക്ക് വളരെ ചെറുതാണ്. താജ്മഹലിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഇതൊരു മസ്ജിദും പിന്നെ എന്തോ ഗസ്റ്റ് ഹൗസാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്.
അങ്ങനെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ താജ്മഹലിൻ്റെ മെയിൻ കോർട്ട്യാർഡ് എന്ന് പറയാം, അതിന് തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു ഏരിയ അങ്ങോട്ടെത്തി. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ വളരെ അടുത്ത് കാണാം. ഇതൊരു മനോഹരമായ മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കാണുന്ന അറബിക് ലെറ്റേഴ്സ് എല്ലാം ഡിഫറെൻറ്റ് സൈസസിലുള്ളതാണ്. അപ്പോൾ മുകളിലേക്ക് പോകുന്നവരും സൈസ് കൂടിക്കൊണ്ടിരിക്കും, താഴത്തേക്ക് എത്തുമ്പോഴും സൈസ് കുറയും. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരേ സൈസിലുള്ളതാണെന്ന് തോന്നും. നമ്മുടെ ഐസൈറ്റ് അകലേക്ക് പോകുന്നവരും അവിടുത്തെ ഇമേജസ് അല്ലെങ്കിൽ ആ ലെറ്റേഴ്സ് വലുതായിക്കൊണ്ടിരിക്കും. നമ്മളങ്ങനെ താജ്മഹലിന് അകത്തൂടെ കയറി അതിൻ്റെ പിൻഭാഗത്തേക്ക് എടുത്തിരിക്കുകയാണ്. താജ്മഹലിന് അകത്ത് ചിത്രീകരിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അതിനകത്തോടെ കയറി പിൻഭാഗത്തെത്തി. ആ കാണുന്നത് യമുന നദിയാണ്. താജ്മഹലിൻ്റെ മുൻപിൽ നിന്നും നമ്മൾ കയറി വന്ന പ്രവേശന കവാടത്തിലേക്കുള്ളൊരു വ്യൂ ആണിത്. വരുന്ന റോഡിൻ്റെ ഇരുവശവും മനോഹരമായ പൂന്തോട്ടങ്ങൾ ഉണ്ട്. ധാരാളം ആളുകൾ ഈ ചൂടിനെയും അവഗണിച്ച് താജ്മഹൽ കാണാൻ ഇന്ന് വരുന്നുണ്ട്. ഇതോടുകൂടി താജ്മഹലിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഡൽഹിയിലെ മറ്റ് ചരിത്ര പ്രാധാന്യമുള്ള ഭാഗങ്ങൾ കാണാനായി നമ്മൾ പുറപ്പെട്ടു. കാണുന്നത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റപ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ്. കാണുന്നത് അതേ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന രാജീവ് ഗാന്ധിയുടെ വസ്ത്രങ്ങളാണ്. അദ്ദേഹം ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ. ഈ കാഴ്ചകളോടുകൂടി നമ്മുടെ ഡൽഹി ടൂർ അവസാനിപ്പിച്ച് ഞാൻ കൊച്ചിയിലേക്ക് തിരിച്ചു പോന്നു.